ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മന്നീലന്നാശ്വാസമാ എന്നും മന്നീലന്നാശ്വാസമാ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് സംസാരിക്കുന്നത് സങ്കീർത്തനം 68 9 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നമ്മുടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ധാരാളം മഴ പെയ്യിക്കും, ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ തണുപ്പിക്കും. ആമേൻ. ഇപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് തൻ്റെ അവകാശങ്ങളെ, തൻ്റെ മക്കളെ, തൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നെ നോക്കിയിരിക്കുന്നവരെ, തന്നിൽ മാത്രം ആശ്രയിക്കുന്നവരെ ക്ഷീണിച്ച് തളർന്ന് പോകാൻ അനുവദിക്കത്തില്ല. ആമേൻ. ധാരാളം മഴ പെയ്ക്കും, ആമേൻ. തണുപ്പിക്കും. 23 സങ്കീർത്തനത്തിൽ കേട്ടില്ലേ, പ്രാണനെ തണുപ്പിക്കും. വിശുദ്ധന്മാരുടെ ഒരു സ്വഭാവം കൂടിയാണത്, ഹൃദയത്തെ തണുപ്പിക്കും. ആമേൻ. ഈ വചനം കേട്ടോ, അവകാശത്തെ തണുപ്പിക്കും. ആമേൻ. ചുട്ടുപൊള്ളി ഹൃദയം നൊമ്പരത്തിൽ ഒത്തിരി നാളും തുടരത്തില്ല കേട്ടോ, തണുപ്പിക്കും. നിന്റെ ഹൃദയം ഇങ്ങനെ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതൊരു ദൂത. അവൻ ധാരാളം മഴ പെയ്യിക്കും. ദൈവം തിരഞ്ഞെടുത്ത് ഒരു വലിയ ദൈവ പദ്ധതിക്ക് വേണ്ടി മുൻകുറിച്ചൊരു മനുഷ്യനാണ് യാക്കോബ്. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ തളർന്നു പോയി. ഏതോ ഒരു വാഗ്ദത്തമുള്ള മനുഷ്യൻ, എന്ത് ദൈവത്തിന്റെ ആലോചനകൾ പ്രാപിച്ച മനുഷ്യൻ, തൻ്റെ മകൻ ജോസഫ് നഷ്ടപ്പെട്ടപ്പോൾ നിരാശയുടെ ആ പടുകുഴിയിൽ ആ മനുഷ്യനെത്തി. പറഞ്ഞ വാക്കിതാണ്, എൻ്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിലേക്ക്, അപ്പൊ എൻ്റെ കാലവിടെ വെച്ചിരിക്കുക. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോ യോസെഫ് അയച്ച ചൈതന്യത്തിന്റെ രഥങ്ങൾ കണ്ട് ചാടി എഴുന്നേറ്റ മനുഷ്യൻ. അതൊരു തണുപ്പിക്കലാണ്. ആമേൻ. ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിനകത്ത് വെന്തുരുകുന്ന ചില വിഷയങ്ങളില്ലേ, നീറിപ്പുകയുന്ന ചില വിഷയങ്ങളില്ലേ, കർത്താവിന്റെ വചനത്തിലൂടെ ഉറപ്പ് തരുന്നു, നിന്നെ അവൻ തണുപ്പിക്കും. ധാരാളം മഴ പെയ്യിക്കും. നിന്റെ ജീവിതത്തെ തണുപ്പിക്കാൻ, നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പാൻ, നിന്റെ ജീവിതത്തെ സക്സസ് ആക്കാൻ എന്തു വേണോ ദൈവം അത് ചെയ്യും.
ചിലപ്പോൾ ഒരു മക്കളുടെ അനുഗ്രഹമായിരിക്കും, ഒരു ജോലിയുടെ അനുഗ്രഹമായിരിക്കും, ഒരു മിനിസ്ട്രിയുടെ അനുഗ്രഹമായിരിക്കും, മിനിസ്ട്രിയുടെ ഒരു വലിയ വാതിലായിരിക്കും. എന്തോ നിന്നെ അലട്ടുന്നൊരു വിഷയമല്ലേ, കർത്താവ് അതിനകത്ത് ധാരാളം ദൈവപ്രവൃത്തി ചെയ്യും. ഇന്നത്തെ ദിവസം ഈ വചനമാണ് എനിക്ക് തന്നത്. എൻ്റെ ജനത്തെ ഞാൻ തണുപ്പിക്കും, അവരുടെ ഹൃദയത്തെ ഞാൻ ബലപ്പെടുത്തും, അവരുടെ ഉള്ളം പിടച്ചു വികസിക്കും. ഹല്ലേലൂയ. ഇനി ഒത്തിരി നാളിങ്ങനെ നിറകണ്ണുകളോടെ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ നല്ല ചില സമയങ്ങൾ വരുന്നു. ഇതൊരു ഉറപ്പാ. അവൻ ധാരാളം മഴ പെയ്ച്ചു. ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു കാലഘട്ടം ഒരു വിടുതലുമില്ലെന്ന് പറഞ്ഞിരുന്നപ്പോൾ, വിടുതൽ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്നപ്പോൾ, ദൈവം ഒരിക്കൽ ഒരു വിടുതലിന്റെ ശബ്ദവുമായി ഒരു മോശ വന്നിട്ട് ഒരു വിടുതൽ ഉണ്ടാകുമെന്നുള്ള മാനസിക അവസ്ഥ പോലും ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരത്ഭുതമല്ല 1000 അത്ഭുതങ്ങൾ ചെയ്ത് അവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. അതെ, നിന്റെ ഹൃദയത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു കാര്യമല്ല, ഒരു കൂട്ടം കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകും. ധാരാളം ധാരാളം. എപ്പോഴെങ്കിലും ഒരു നന്മയല്ല, ധാരാളം. നിനക്ക് ആവശ്യത്തിലധികം കർത്താവ് ചെയ്യാം. ഞാൻ ആ വചനം നിങ്ങൾക്ക് തരികയും അവൻ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്നതിൻ്റെ അവകാശത്തെ തണുപ്പിച്ചിരിക്കുന്നു. ഈ ഹൃദയങ്ങൾ തണുക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് രാവിലെ നൽകിയ നല്ല ആശ്വാസത്തിൻ്റെ വാക്കിനായി നന്ദി പറയും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ധാരാളം കൃപകളെ പകരുന്നതിന് സ്തോത്രം ചെയ്യും. ധാരാളം നന്മകൾ, ധാരാളം മഴയെ പെയ്യ്ക്കുന്നതിന് നന്ദി പറയുന്നു പിതാവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ, ചുടേറിയ അനുഭവങ്ങളെയെല്ലാം കർത്താവ് തണുപ്പിക്കുമാറാക്കുന്നതിന് നന്ദി പറയും. ആശ്വസിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. കണ്ണീരിനെ തുടയ്ക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഹൃദയത്തിൻ്റെ മുറിവുകളെ കിട്ടുന്നതിന് നന്ദി പറയുന്നു പിതാവേ. യേശുവപ്പ, സ്തോത്രത്തോടെ കർത്താവേ, ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി, ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തോത്രം ചെയ്യുന്ന യേശുവപ്പ, ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്യണേ. ഒരു വഴിയല്ല, ധാരാളം വഴി തുറക്കണേ. ഒരു നന്മയല്ല, ധാരാളം നന്മ ചെയ്യണമേ. ഒരു മഴയല്ല, ധാരാളം മഴ. ഇവരുടെ തോടുകൾ നിറഞ്ഞ് കവിയട്ടെ, എല്ലാ ഉറവുകളും കവിഞ്ഞൊഴുകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു, കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ഈ വചനത്തെ പറയണം കേട്ടോ. ധാരാളം മഴ പെയ്യും, അവകാശത്തെ തണുപ്പിക്കും. നിങ്ങളാണ് ദൈവത്തിൻ്റെ അവകാശം, നിങ്ങളാ ദൈവത്തിൻ്റെ അവകാശം. ഗോഡ് ബ്ലെസ് യു. ശലോം.